ഈ സമയത്തിലെ പരിശുദ്ധനായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മേലത്തോടെ മേൽച്ചരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ഒരാഴ്ച കാലഘട്ടത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിന് വലിയ അനുഗ്രഹവും കൃപയുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെ ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുവയോടി ബലിയർപ്പിക്കാം.
മനുഷ്യര് അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പാപത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, വിശുദ്ധായുടെ മഹത്വപൂർണ്ണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ തണലിൽ അഭയം തേടാനും സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളെ പവിത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. കർത്താവേ, രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരനെന്നും അനവധ്യൻ മമനാഥാനിൻ മഹിമയ്ക്കടവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ ഇടപെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായ
നിർണായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശ്രയം. നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നവരെ ബഹുമാനിക്കുക. എന്നാൽ ഒരു വിധവയ്ക്ക് മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബങ്ങളോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യട്ടെ. അത് ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യമാണ്. ഏകാകിനിയായ ഒരു യഥാർത്ഥ വിധവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു. എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ കുറ്റമറ്റവരായിരിക്കാൻ വേണ്ടി നീ ഇതെല്ലാം അവരെ ഉദ്ബോധിപ്പിക്കുക. ഒരുവൻ തന്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. 60 വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഒരുവന്റെ മാത്രം ഭാര്യയായിരുന്നവളുമായ സ്ത്രീയെ മാത്രമേ വിധവകളുടെ ഗണത്തിൽ ചേർക്കാവൂ. മാത്രമല്ല അവൾ സൽപ്രവൃത്തികൾ വഴി ജനസമ്മതി നേടിയിട്ടുള്ളവളുമായിരിക്കണം. അതായത് സ്വസന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സൽക്കാരത്തിൽ താല്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സൽപ്രവൃത്തികൾക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവളായിരിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തുലിത പോലെ നാവിപ്പോൾ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. അതിമുതൽക്കേ ഇന്നും നിത്യവും ആയിവരിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രദ്ധിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. 22-ാം അധ്യായം 23 മുതൽ തിരുവചനങ്ങൾ. പുനരുത്ഥാനമില്ലെന്ന് പറയുന്ന സദുക്കായർ അന്ന് തന്നെ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം ചെയ്തു, സന്താനമില്ലാതെ ഭാര്യയെ സഹോദരന് വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു. ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ 7-ാമൻ വരെയും. അവസാനം ആ സ്ത്രീ മരിച്ചു. അതിനാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ അവരുടെ ഭാര്യയായിരിക്കും. അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നിട്ടുണ്ടല്ലോ. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. പിന്നെ അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. ഞാൻ അബ്രാഹത്തിന്റെയും ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണെന്ന്
മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി ദൈവം നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് മരിച്ചവരുടെ എല്ലാം ജീവിക്കുന്നവരുടെ ദൈവമാണ്. ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവന്റെ പ്രബോധനത്തെ പറ്റി ആശ്ചര്യപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. ഈശ്വരനെയും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ കൂട്ടുകാരെ, കാലം അവസാന ഞായറാഴ്ചയായ 8ാമത്തെ ഞായറാഴ്ച നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 23 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ച് പുലർത്തേണ്ട നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിക്കുകയാണ്. മറ്റൊന്നിനും ഉള്ളതല്ല, പുനരുത്ഥാനത്തിലുള്ള നിത്യജീവനിലുള്ള നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു കഥ വായിക്കാനിടയിൽ ഇപ്രകാരമാണ്. ഒരു ചെറുകഥയാണ്. ഒരു ബാലൻ ഒരു രാത്രി ഇങ്ങനെ നടന്നു പോവുകയാണ്. അവൻ നടന്നു പോകുമ്പോൾ അവന് തൊട്ട് മുമ്പിലായിട്ട് ഒരു സിമിത്തേരി ഉണ്ട്. വളരെ വിജനമായ പ്രദേശത്ത് ഒരു സിമിത്തേരി മുമ്പിലുള്ള കടന്നു പോകുമ്പോൾ അവനെതിരെ വന്ന ഒരു മധ്യവയസ്കനെ പ്രകാരം ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ രാത്രി ഈ ഇരുട്ടിന്റെ മറവില് നിനക്ക് ഈ സിമിത്തേരിയുടെ സൈഡിലൂടെ കടന്നു പോകാൻ നിനക്ക് ഒട്ടും തന്നെ ഭയമൊന്നുമില്ല എന്ന് ചോദിക്കും. അപ്പൊ ഈ മകൻ ഈ ബാലൻ തൊട്ടപ്പുറത്തേക്ക് കീഴടി ചൂണ്ടിയുടെ പ്രകാരം ചോദിക്കും, ഈ സിമിത്തേരിക്ക് അപ്പുറത്ത് അന്നൊരു വീട് കാണുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ വൃദ്ധം പറയാൻ കാണുന്നുണ്ടെന്ന് പറയും. ആ വീടിന് മുമ്പില് കത്തിച്ച വിളക്കുമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ ഈ അപ്പച്ചൻ പറയും കാണുന്നുണ്ടെന്ന് പറയും. എന്നിട്ട് ഈ മകൻ പറയുകയാണ്, ആ നിൽക്കുന്നത് എന്റെ അപ്പനാണ്, അദ്ദേഹം അവിടെ വിളക്ക് തെളിച്ച് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥയോടെ അവസാനിക്കുക. അത്രയുള്ള നമ്മുടെ ഈ കഥ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതവുമായിട്ട് നമ്മുടെ വിശ്വാസവുമായിട്ട് നമുക്ക് എങ്ങനെ ചേർത്ത് വെക്കുവാൻ സാധിക്കാവുന്ന ഒരു കഥയാണിത്. നമ്മുടെ ഈ ഭൂമിയിൽ ലോകവാസത്തിന് ശേഷം നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും എല്ലാം അപ്പുറം സ്വർഗത്തില് പിതാവായ ദൈവത്തിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അല്ലെങ്കിൽ ഇപ്രകാരം ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നതിന്റെ വചനം നമ്മെ ഓർമ്മിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാമത്തെ പ്രകാരം വചനം വായിക്കുന്നുണ്ട്. യേശു പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല. ഈ വചനം പഠിപ്പിക്കുന്ന കാര്യം നമ്മെ ഓർമ്മിക്കുകയാണ്. നമ്മളെല്ലാവരും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിത് വായിച്ചു കേട്ട വചന ഭാഗത്തിന് തൊട്ട് മുമ്പുള്ള വചന ഭാഗത്തിന് ഈശോ ഒരു വിരുന്നുകാരന്റെ ഭൂമിയെ കുറിച്ച് പറയുക. വിരുന്നിന് ഈശോ വളരെയധികം പേരെ ക്ഷണിക്കുന്നു. ഇപ്രകാരം ഈ വിരുന്നിന് അനേകം പേരെ ക്ഷണിക്കുന്ന രാജാവിന് സദൃശനാണ് ദൈവം, അല്ലെങ്കിൽ സ്വർഗരാജ്യം അതിന് സദൃശമാണെന്ന് സുവിശേഷകൻ പറയുകയാണ്. സദൃശം വ്യക്തമാക്കുന്നുണ്ട്, വിളിക്കപ്പെട്ടവരാരും തന്നെ അവിടെ വിരുന്നിന് വരുന്നില്ല. ഒടുവിൽ അതിന്റെ പ്രകാരം പറയുന്നു, വിളിക്കപ്പെട്ടവർ വളരെ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണെന്ന്. ഇത്രയുള്ള നമുക്ക് ചിന്തിക്കാം, നമ്മളെല്ലാവരും സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയ്ക്ക് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നിലപാടുകൾ കൊണ്ട് നമ്മുടെ ജീവിത പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ എത്രമാത്രം സ്വർഗത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശോധിക്കാം. നമ്മൾ 1 കൊരിന്തോസ് 15:19 പ്രകാരം പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിന് പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിന് പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ സമയം കണ്ടെത്തുമ്പോൾ സ്വർഗരാജ്യത്തിന് വേണ്ടി എന്റെ ജീവിതത്തെ ക്രമീകരിക്കണമേ, അല്ലെങ്കിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ? നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഈശോയിൽ പ്രത്യാശ വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? അതെ, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഈ ലോകവാസത്തിനപ്പുറം നമുക്ക് സ്വർഗമുണ്ടെന്നും ആ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള അത്തരത്തിലുള്ള ഒരു ചിന്ത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന്, നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശോധിക്കാം. നമ്മൾ വിശ്വാസപരമാണ് നമ്മൾ ചെല്ലുമ്പോഴും നമ്മൾ വിശുദ്ധ ബലിയർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒരുപാട് തവണ നമ്മൾ ഈ സ്വർഗത്തെ കുറിച്ചുള്ള നിത്യജീവിതത്തെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥനകളോട് കടന്നു പോകുമ്പോൾ എത്രമാത്രം ഒരുക്കത്തോടുകൂടി അല്ലെങ്കിൽ എത്രമാത്രം ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കുണ്ടോ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശോധിക്കാം. നമ്മൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ കൊച്ചുത്രേസ്യയുടെ ആത്മകഥയായ നവമാലിക ഇപ്രകാരം ഒരു രംഗം വിവരിക്കുന്നുണ്ട്. കൊച്ചുത്രേസ്യ
തന്റെ ചേച്ചിമാർക്ക് വേണ്ടി ഇങ്ങനെ നന്ദി പറയുന്നത്. അവർ തന്റെ ജീവിതത്തില് കൊച്ചുത്രേസ്യയോട് കാണിച്ച വലിയ കരുണയ്ക്കും വലിയ സ്നേഹത്തിനും ഒക്കെ ഈ കൊച്ചുത്രേസ്യ ഇങ്ങനെ നന്ദി പറഞ്ഞ ഇപ്രകാരം എഴുതുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സെലിൻ ചേച്ചി, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഞായറാഴ്ചകളിൽ നടക്കാൻ പോകുന്നതിന് പകരം ഈ കൊച്ചു കുഞ്ഞായി എന്റെ അടുക്കൽ വന്ന് ഇരിക്കുന്നത് തുടങ്ങി ഇപ്രകാരം ധാരാളം കാര്യങ്ങൾ കൊച്ചുത്രേസ്യ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു ചേച്ചിമാരും തനിക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത വലിയ ക്ലേശങ്ങളെ കുറിച്ചെല്ലാം ഈ കൊച്ചുത്രേസ്യന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്. എന്നിലെ അങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള വാത്സല്യം മറ്റാർക്ക് ലഭിക്കാത്ത തരത്തിലുള്ളതാണ്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് കൊച്ചുത്രേസ്യ ഇപ്രകാരം എഴുതി വെക്കുകയാണ്. ഭാഗ്യവശാൽ എനിക്ക് പ്രത്യുപകാരം ചെയ്യാൻ സ്വർഗമുണ്ടല്ലോ. എന്റെ സ്വർഗീയ മണവാളൻ മഹാസമ്പന്നനാണ്. അവൻ തന്റെ സ്നേഹത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് വാരിയെടുത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി സഹിച്ച എല്ലാ ക്ലേശങ്ങൾക്കും 100 ഇരട്ടിയായി ഞാൻ പ്രതിഫലം വാങ്ങി തരുമെന്ന്. പ്രിയമുള്ളവരെ, കൊച്ചുകുഞ്ഞായ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തില് കൊച്ചുത്രേസ്യക്ക് സ്വർഗമുണ്ടെന്നും തന്റെ സ്വർഗീയ മണവാളന്റെ കയ്യിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ താൻ സ്വർഗത്തിലെത്തി തന്റെ സഹോദരിമാർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുമെന്നുള്ള ഒരു വലിയൊരു ബോധ്യം ഈ കൊച്ചുത്രേസ്യക്ക് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തില് ഇത്രമാനം സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും സ്വർഗത്തെ കുറിച്ചുള്ള വലിയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും നമ്മുടെ ജീവിതത്തിൽ അനേകം ചെയ്യുന്ന വലിയ നന്മകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞാനുണ്ട് എന്നുള്ള ഒരു വലിയൊരു ഉറപ്പ്, ഒരു ബോധ്യം നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്കായിരിക്കാം, മക്കൾക്കായിരിക്കാം, സഹോദരങ്ങൾക്കായിരിക്കാം, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കായിരിക്കാം, അവർക്ക് കൊടുക്കാൻ മാത്രമുള്ള ഉറപ്പ് എനിക്കുണ്ടോ നമുക്ക് പരിശോധിക്കാം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വർഗമുണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. സ്വർഗത്തിൽ ഞാൻ പോകുമെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. നമുക്ക് ആത്മാർത്ഥമുള്ള വചനം ചെയ്യാം. നമ്മൾ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മുടെ പുനരുദ്ധാനത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മളെല്ലാവരും നമ്മുടെ ഈ ലോകവാസത്തിന് ശേഷം സ്വർഗത്തെ എത്തിച്ചേരേണ്ടവരാണെന്നും പിതാവായ ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കേണ്ടവരാണെന്നുള്ള ബോധത്തോടു കൂടി ഈ സ്വർഗത്തെ ലക്ഷ്യമൊരുക്കി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം തന്നെ നമുക്ക് ഇപ്രകാരം അവർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗമുണ്ടെന്നും ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പക്കൽ നിന്ന് കൃപകൾ യാചിച്ചു കൊടുക്കുവാൻ, കൃപകൾ നിങ്ങൾക്ക് തരുവാൻ ഞാൻ സ്വർഗത്തിൽ പോകുമെന്നുള്ള ഒരു വലിയ ഉറപ്പോടുകൂടി നമുക്ക് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ പോകുന്നെങ്കിലും ഈ സ്വർഗത്തെ കുറിച്ചുള്ള നിത്യജീവനെ കുറിച്ചുള്ള ആശങ്കകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസപ്രവണതകൾ നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്വർഗത്തെ കുറിച്ചുള്ള രഹസ്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനും ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ദൈവത്തെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു നിയോഗമായി ചോദിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നവര് ഒരു കാരണവശാലും മരിക്കുകയില്ലാത്ത വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഭക്ഷിക്കുന്ന തിരുശരീരവും തിരുരക്തവും എല്ലാം തന്നെ നമ്മളെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ വേണ്ട ആ ഒരു ഒരുക്കത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ, ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്വർഗത്തിന്റെ മൂല്യങ്ങളായ ഈശോ നമ്മളെ പഠിപ്പിച്ച സുവിശേഷത്തെ ഓർമ്മിക്കുന്ന സ്നേഹത്തിന്റെയും കരുണയുടെയും ക്ഷമയുടെയും വിശ്വസ്തതയുടെയും എല്ലാം തന്നെ നല്ല മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോനെ പ്രഘോഷിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാധാനിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിധേയരായി ജനിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏലിയായുടെ ദക്ഷതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സഭാധനയിലെ ശക്തനാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. താപോർമയിലൂടെ രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതികൊണ്ട് വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത മിശിഹായെ വലിയ ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി കുരിശിന്റെ മാർഗത്തിലൂടെ അനുദിനം മുന്നേറാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും ഫലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ 14-ാം പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ആൻഡ്രസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പീറ്റർ മെത്രാനെയും
മാറ്റേക്കും പിതാവിനെയും മറ്റെല്ലാ ഭക്തന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായി മിശിഹായും ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടെ വാനമേഖലകൾ നീ ആഗതനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ചതിനെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പ്രസംഗാരഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. നാഥായ ഞങ്ങൾക്കായി മോചനമേകാൻ നീ പീഠമൊരുക്കുന്നു. നിർമ്മലമാനസരെല്ലാരും നിൻ തിരുസന്നിധി അണയുന്നു. പാപിക്കും നീയേകുന്നു പാപവിമോചനമീദാനം. ഈ ബലിയിൽ വാഴ്ത്താം നിൻ നാമം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മയോടുകൂടി വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മളെ സഹായിക്കും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവരുടെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുന്ന ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരശായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവായ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീകളായി തരപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സത്യവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരിയെ ശക്തിയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മാതൃകീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷ
സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേ. മിശിഹായുടെ സ്നേഹത്തിൽ വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരൻ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാം എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യാം ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു രക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പൂജാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ഘടനകളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് കണവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയൻ പാരമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശ്വരു
നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വരാ, മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശ്വര സമരം. ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇടയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്തയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാനലയോ പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജരാജ് ബിഷപ്പ് റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവിന്റെ ഉപതാധ്യക്ഷനുമായ മാർ പീറ്റർ മെത്രാനും മാർ ജേക്കബ് മെത്രാനും പുരോഹിതന്മാർ വിശംശാനമാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അംഗങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്ന ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപയോട് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിനും നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാഗ്രഹങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിന് മുഴവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഇന്നലകളും കടക്കങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം.
കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂപം പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുമേ. വിശുദ്ധീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ തിരഞ്ഞെടുപ്പും നൽകപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം. കടങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിത സകല ജനതകൾക്കും സ്വർഗീയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവ്യ രഹസ്യത്തെ സമീപിക്കുകയും മാലാഖമാരോടൊത്ത് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ശോഷിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരനെ പാപങ്ങൾ മോചിച്ച് ജീവൻ പ്രദാനം ചെയ്യുന്ന ഈ ദിവസത്തിൽ പങ്കുകാരാകുകയും ഇത് ജീവൻ മറഞ്ഞിരിക്കുന്ന വലിയ രഹസ്യമാകുന്നു. അർഹതയുള്ളവന് ഇതെല്ലാം നന്മകളും നൽകുന്നു. നമ്മെ ശുദ്ധീകരിക്കുകയും നമുക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്ന ഈ കാലം നിർമ്മല ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം. കണ്ണീരൊഴുകിയും കവിളിൽ ചാലുകൾ
ഈ ആഴ്ചത്തെ ആരാധന കുടുംബങ്ങൾ തിങ്കൾ കുഞ്ഞമ്മ മണിയാട്ട്, ചൊവ്വ സെബാസ്റ്റ്യൻ തട്ടിൽവണ്ടി, ബുധൻ മാത്യു കല്ലുവേലി, വ്യാഴം ഷാജൻ കാവൽക്കാട്ട്, വെള്ളി മാത്യു പുത്തൻപുരയിൽ, ശനി മോൻസി ഇട്ടിക്കാട്ട് എന്നീ ഭവനങ്ങളായിരിക്കും. ഇന്നത്തെ കുടുംബസമ്മേളന ജപമാല സമാപനവും 6:30 ചങ്ങേരി സെന്റ് ജോസഫ് യൂണിറ്റിലെ മംഗലം ഡേവിസിന്റെ ഭവനത്തിൽ നടത്തപ്പെടുന്നു. ഇന്ന് നടത്താനിരുന്ന തേക്കരത്തിൽ സഹായമാത വാർഡിന്റെ വാർഷികം നവംബർ 16-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അടുത്ത ഞായറാഴ്ച കുടുംബസമ്മേളനങ്ങൾ 5 മണിക്ക് പയ്യന്നൂർ ലിറ്റിൽ യൂണിറ്റിലെ ജോഷി പന്തമ്പ്രാതൊട്ടിയുടെ ഭവനത്തിലും 6:30 അക്കിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ ടോണി പുത്തമ്പയുടെ ഭവനത്തിലും 6 മണിക്ക് പറമ്പുടി സെന്റിപ്പോൾ യൂണിറ്റിലെ ജോൺസൺ പനയത്തിന്റെ ഭവനത്തിലും 3:30 ടൗൺ പ്രസാദമാത യൂണിറ്റിലെ കുഞ്ഞമ്മ മണിയാട്ടിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും. ദേവാലയത്തിൽ ആഘോഷമായ ജപമാലയ്ക്ക് ഈ ആഴ്ച നേതൃത്വം കൊടുക്കുന്നവരെ തിങ്കളാഴ്ച ലിറ്റിൽ ഫ്ലവർ പൈകിടം സെന്റ് സെബാസ്റ്റ്യൻ അക്കിപ്പാട് യൂണിറ്റുകളും, ചൊവ്വാഴ്ച സെന്റ് സെന്റിപ്പോൾ സൊസൈറ്റി മറ്റു പ്രാർത്ഥനാ ഗ്രൂപ്പുകളും, ബുധനാഴ്ച മാതൃവേദി, വ്യാഴം സെന്റ് ഡൊമിനിക് ചന്ദ്രത്തിലെ സിസ്റ്റേഴ്സും, വെള്ളിയാഴ്ച സമാപന ദിവസം KC വൈമകളുമായിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ചയാണ് നവംബർ 2-ാം തീയതി സകല മരിച്ചവരുടെ ഓർമ്മ തിരുനാൾ. നമ്മുടെ രൂപതയിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് അടുത്ത ശനിയാഴ്ച നമ്മൾ സകല മരിച്ചവരുടെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. കല്ലറകളത്തെ വെള്ളിയാഴ്ച തന്നെ പ്രത്യേകമായിട്ട് അലങ്കരിക്കുവാനും ശരിയാക്കാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും തുടർന്ന് സെമിത്തേരിയിൽ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അടുത്ത ശനിയാഴ്ച PCSBയുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് സർജറിയുടെ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ഇടവക ദേവാലയത്തിന് പാരിഷാല വെച്ച് നടത്തപ്പെടുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ആരെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് സംഭവിക്കാൻ ഓർമ്മിക്കുകയും ചെയ്യുന്നു. രൂപതാദിന കവറുകൾ നൽകാത്തവരെ പെട്ടെന്ന് പ്രത്യേകത കൊടുക്കാൻ പരിശ്രമിക്കുക. ഇതുവരെയും ആരെങ്കിലും വിവരങ്ങൾ വെച്ചിരിക്കാത്തവരുണ്ടെങ്കിൽ അച്ഛന്മാരെ അറിയിച്ച് വെഞ്ചിപ്പ് പ്രത്യേകമായിട്ട് നടത്താൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഞായറാഴ്ചയിലെ പൊതുയോഗത്തിന് നമ്മളെടുത്ത തീരുമാനം അനുസരിച്ച് 2026 ജനുവരി 16, 17, 18 ദിവസങ്ങളിൽ നമ്മൾ ഇടവക തിരുനാൾ നടത്തുവാൻ നമ്മൾ തീരുമാനിക്കുക.
ഈ വർഷം നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് നക്ഷത്ര മത്സരത്തിന് പകരമായിട്ട് കരോൾഗാന മത്സരമായിരിക്കും നടത്തുക എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിന്റെ വിവാഹത്തിലും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യത്തെ സമീപിച്ച് ഇവയെ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ വിശുദ്ധ കുരിശിന്റെ രഹസ്യം വെളിപ്പെടുത്തിയതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താനും അങ്ങയുടെ വചനം പ്രഘോഷിക്കാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകുകയും ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ വിശുദ്ധായ ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകുകയും സകലത്തെയും പൗത്രീകരിക്കുന്നതിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ശരീരരക്തങ്ങൾ വഴി തന്റെ മഹത്വത്തിൽ നമ്മെ പങ്കുകാരാക്കിയ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, ദൈവരാജ്യത്തിന് വേണ്ടി പീഡകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേക്ക് ഹൃദയത്തിന് അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്കത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്രവച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നടത്തുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരുടെ ലോകതന്ത്രം സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ വിധത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിധി സൗഭാഗ്യത്തിന്റെ മകളുമായി തീരട്ടെ. ആമേൻ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ,